KCB ഓഫീസിലേക്കുള്ള പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും വലിയ പ്രതിഷേധത്തിലേക്ക് ആളുകൾ കടക്കുന്നു. നാട്ടുകാരും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുമെല്ലാം പ്രതിഷേധത്തിലാണ്. കൊണ്ടോട്ടിയിൽ KCB ഓഫീസിലേക്ക് സാജിദ ഷിമൽ ചേരുന്നുണ്ട്. സാജിദ, ക്ഷമിക്കണം, ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, വലിയ പ്രതിഷേധം രാവിലെ തന്നെ കണ്ടതാണ്, ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും നേരത്തെ പ്രതിഷേധം താഴെ ഓഫീസിന് താഴെയായിരുന്നു നടത്തിയിരുന്നത്. അവിടെ നേതാക്കന്മാരെല്ലാം പ്രസംഗിച്ചു. സംസാരത്തിന് ശേഷം ആ സംസാരം അവസാനിക്കുന്നതിനിടെയാണ് കുറച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ KCB ഓഫീസിന് മുണ്ടക്കുളത്തെ KCB ഓഫീസിന് മുന്നിലേക്ക് ഓഫീസിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഓഫീസിനുള്ളിലേക്ക് കയറുകയും ഓഫീസിന്റെ ഉള്ളിൽ കൊടികളുമായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് കണ്ണു വെട്ടിച്ച് ഓഫീസിനുള്ളിലേക്ക് കയറുകയും ഓഫീസിന്റെ ഉള്ളിൽ കൊടികളുമായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് സമരക്കാർക്കൊപ്പം അവിടെ ആയിരുന്നു. അതിന് പിറകുവശത്തുകൂടെ പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് പ്രവർത്തകർ ഇങ്ങോട്ട് കയറിയത്. പ്രവർത്തകരെപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. പ്രവർത്തകർ പോകാൻ കൂട്ടാക്കാത്തൊരു സാഹചര്യവും. ഏതായാലും പ്രവർത്തകരെ കൂടുതൽ പോലീസ് എത്തി ഇവിടെ നിന്ന് ഓഫീസിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഈ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന സമയമാണ്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഓഫീസിനകത്തുണ്ട്. സീനിയർ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. സീനിയർ സൂപ്രണ്ടിന്റെ ക്യാബിനകത്ത് കയറിയായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യം തന്നെയാണ് യൂത്ത് ലീഗ് പറയുന്നത്. അതായത് ഇതിനെതിരെ, ഈ ഉത്തരവാദികൾക്കെതിരെ കർശനമായ ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണം. അത് എത്രയും വേഗം വേണം. നടപടി എടുക്കാം എന്ന് പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കോ അല്ല, നടപടി എടുക്കണം. അങ്ങനെ നടപടി എടുത്തില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ വലിയ തരത്തിലുള്ള ശക്തമായ സമരപരിപാടികൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് നേതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മരിച്ച മുഹമ്മദ് ഷായുടെ കുടുംബത്തിന് തക്കതായ ഒരു നഷ്ടപരിഹാരം നൽകണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കൊണ്ടോട്ടിയിലെ ഈ മുണ്ടക്കുളം KCB ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ ഉണ്ടായിരിക്കുന്നത്. മാർച്ച് നേരത്തെ താഴെ KCB ഓഫീസിന് മുന്നിൽ പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ മാർച്ച് തടയുകയും പിന്നീട് അവിടെ നേതാക്കന്മാരെല്ലാം സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ നേതാക്കന്മാരുടെ സംസാരം അവസാനിക്കാനിരിക്കെയായിരുന്നു പ്രവർത്തകർ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ ഓഫീസിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഓഫീസിൽ കയറുകയും ഓഫീസിനകത്ത് കയറി കുത്തിയിരുന്ന്, അതായത് സീനിയർ സൂപ്രണ്ടിന്റെ ക്യാബിനകത്ത് കയറി കുത്തിയിരുന്നു കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ഇവിടുന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പോകാൻ തയ്യാറാകുന്നില്ല. ചില പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് ഈ ഓഫീസിനകത്ത് നിന്ന് വരാന്തയിലേക്ക് മാറ്റി. പക്ഷേ താഴേക്ക് ഇപ്പോഴും അവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം. വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഈ പ്രതിഷേധം ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളത് കൂടി യൂത്ത് ലീഗ് പറയുന്നു. മാത്രമല്ല, നാട്ടുകാരും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയിരുന്നു. കുടുംബവും അത് തന്നെയാണ്. അത്തരത്തിലുള്ള, അതായത് KCB അധികൃതർക്കെതിരെ കുടുംബവും നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ വൈദ്യുതി കമ്പി പൊട്ടി വീണ് മണിക്കൂറുകളോളം ആയിട്ടും KCB അധികൃതരെ വിളിച്ചു പറഞ്ഞിട്ടും പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണമായി ഉയർന്നു കേൾക്കുന്നത്. അതായത് ബുധനാഴ്ച രാത്രി ഈ ലൈൻ കമ്പി താഴെ പൊട്ടി വീണു. അന്ന് തന്നെ KCB അധികൃതരെ വിളിച്ചു പറഞ്ഞു. പിന്നീട് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ രാവിലെ മുതൽ തന്നെ KCB അധികൃതരെ വിളിച്ചു പറയുന്നുണ്ട്. പലതവണ വിളിച്ചു പറഞ്ഞു, വന്നില്ല. മാത്രമല്ല 12 മണിക്ക് വരാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ 12 മണിക്ക് എത്തിയില്ല. പിന്നീട് 12:45 കൂടിയാണ് മുഹമ്മദ് ഷായ്ക്ക് വീടിന്റെ സമീപത്ത് നിന്ന് ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അനാസ്ഥ KCB അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ ആരോപണം ഉയരുന്നത്. വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഇത് നീങ്ങുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ യൂത്ത് ലീഗും KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അത് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ
നീങ്ങുന്നു. KCB ഓഫീസിനകത്ത് വരെ കയറിക്കൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വരും ദിവസങ്ങളിലും ഇത് സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരും എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ KCB ഓഫീസിനകത്ത് കയറിയ പ്രവർത്തകർ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ, അതായത് ക്യാബിൻ ഓഫീസിന് മുന്നിൽ കയറിക്കൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത്. ഇപ്പോൾ ഇതാ വീണ്ടും KCB ഓഫീസിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ. KCB ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. എന്താണ് പ്രതിഷേധിക്കുന്ന ഒരു ആവശ്യം? എന്താണ് പ്രശ്നം? ഇതില് ഒരാൾ കൊല്ലപ്പെട്ട് വളരെ നിസ്സംഗതയോടെ നോക്കിക്കാണ്. ബട്ട് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവർ പറഞ്ഞിരുന്നില്ല. ഈ രൂപത്തിലല്ല ഇവർ കൈകാഞ്ഞിട്ടുണ്ടെങ്കിൽ, മോശമായിട്ട് കൈകാഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം യൂത്ത് ഉദ്യോഗസ്ഥരെ ഓഫീസിന്റെ സമയത്ത് നമുക്ക് പറയാനുള്ളത്. അതാണ് ഈ സമയത്ത് പറയാനുള്ളത്. സംസാരിക്കണം. അതായത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ല. സംസാരിക്കാൻ തയ്യാറായി സംസാരിച്ചാൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം. പോലീസുകാരെന്ന കുടുംബത്തിന് വേണ്ടത്തക്കതായ നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകേണ്ടതാണ്. ഇപ്പോൾ യൂത്ത് ലീഗ് നേതാക്കന്മാർ KCB ഉദ്യോഗസ്ഥരുമായി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തണമെന്നുള്ള ആവശ്യമാണ് യൂത്ത് ലീഗ് നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം, പോലീസിന്റെ അനുമതിയോടെ KCB അസിസ്റ്റന്റ് എഞ്ചിനീയറോട് സംസാരിക്കാൻ യൂത്ത് ലീഗ് നേതാക്കൾ സംസാരിക്കുന്നത്. ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ ഒരു നടപടി വേണം എന്നുള്ളതാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ആ നടപടി എത്രയും വേഗം, അതായത് നടപടി എടുക്കാമെന്ന ഉറപ്പോ അല്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് വാക്കാൽ പറയുകയല്ല, നടപടി എടുക്കണം എന്നുള്ളതാണ്. ആ നടപടി ഉടൻ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കും എന്നുള്ളതാണ്.